നമസ്കാരം. എൻ്റെ പേര് വിജയലത. ഞാൻ കടയ്ക്കാവൂർ നിവാസിയാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലാ ഗുരുധർമ്മ പ്രചരണ സഭയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഇവിടെ നവരാത്രിയുടെ ആഘോഷ ഭാഗമായി ഒരു ഗുരുദേവ കൃതി ആലപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വലിയ ഗാനഗോകുലമൊന്നും അല്ല, എന്നിരുന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ തെറ്റുകൂടാതെ ഞാനതൊന്ന് ആലപിക്കുന്നു. ഒരു പാരായണമാണല്ലോ, അപ്പോൾ ആലപിച്ചുകൊണ്ട് പോവുകയാണ്. ഗുരുദേവൻ ഇവർക്കും അറിയാം, ഗുരുദേവൻ നിരവധിയായ കൃതികൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമുക്കെല്ലാം ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. എന്നിരുന്നാലും 1897 ഗുരുദേവൻ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ഇത് മൃഗേന്ദ്ര വൃന്ദം എന്ന വൃത്തം ഉപയോഗിച്ചാണ് ഗുരുദേവൻ മൃഗേന്ദ്ര മുഖം എന്ന വൃത്തം ഉപയോഗിച്ചാണ് ഗുരുദേവൻ ഈ കൃതി രചിച്ചിട്ടുള്ളത്. ആ കൃതിയുടെ പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാം. ആത്മാവിനെ ഉപദേശിക്കുന്ന 100 ഉപദേശങ്ങളടങ്ങിയ ഒരു വളരെ ബൃഹത്തും വളരെ മഹത്തും ആയ, അല്ലെങ്കിൽ നമുക്കൊരു ഉപനിഷത്തിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. അപ്പോൾ എന്നെ അറിയുക എന്നതാണ് ഗുരുദേവൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ഓരോരുത്തരും നമ്മളിൽ തന്നെ ഇരിക്കുന്ന നമ്മുടെ ആത്മാവിനെ സ്വയം മനസ്സിലാക്കണം. ഈ ആത്മാവധി ശതകം എന്ന് പറയുന്ന 100 പദ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന കൃതി ഞാനിവിടെ ആലപിക്കുകയാണ്. അത് ഓരോന്നും വളരെ വ്യക്തമായിട്ട് ആലപിച്ച് പോകുമ്പോൾ അതിലൂടെ തന്നെ നമുക്ക് നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. നമ്മൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടി, നമ്മുടെ എന്തായിരിക്കണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാക്കി തരുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ഞാനൊന്ന് ആലപിക്കാൻ ശ്രമിക്കാം. അറിവിലും മേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരു വീണു വണങ്ങിയോതിടേണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ട് അറിയുമനേക ജഗത്തും ഓർക്കിലെല്ലാം പരവളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേരിടേണം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു ചെയ്യും വെളിമുതലായ വിഭൂതി 5 ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗ വലിയ അതുപോലെ അഭേദമായി വരേണം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തൻ അറിവും ഒരാദി മഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താം അറിവിലമർന്നതു മാത്രമായിടേണം. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻ പൊലികയുമില്ല ഇതു കണ്ടു പോയിടേണം. ഉണരണം ഇന്നി ഉറങ്ങണം ഭുജിച്ചിടണം അശനം ഉണരേണമെന്നിവണ്ണം. അണയും അനേക വികൽപ്പം ആകയാൽ ആര് ഉണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം അറിവായി ഇതിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഒളിമുതലാമ്പഴം 5 നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ 5 അരിഞ്ഞു കീഴ്മറിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നു മേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനുവരാ നരകം നിനച്ചിടേണം. ഇരുളിലിരിപ്പവനാൽ ചൊൽക നീ എന്ന് ഒരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്നരുളൂ ഇതിൻ പ്രതിവാക്യം ഏകമാകും. അഹമഹമെന്നരുളുന്നതൊക്കെയും ആരായുകിൽ
അകമെ പലതല്ലത് ഏകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിലഹം പൊരുളും തുടർന്നിടുന്നു. തൊലിയും എലുമ്പും അലം ദുരന്ത അന്ത കലകളുമേന്തും അഹന്ത ഒന്നു കാൺക. പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും. വലിയൊരഹന്ത വരാവരം തരേണം. ത്രിഗുണമയം തിരുനീരണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷമാറി. സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മനസ്സിലാണിടേണം. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്നു ദീപം. കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 1,000,000 ആണ്ട് ഒരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. അധിക വിശാലമരുപ്രദേശം ഒന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം. ശ്രുതികളിൽ വീണു തുറക്കും അക്ഷി എന്നും യഥമേലും യതിവര്യനായിടേണം. അഴലഴും 5 തളർന്നു 2 തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാ. നിഴലുരുവായി എരിയുന്ന നെയ്യതോ മുൻ പഴകിയ വാസനാവർത്തി വൃത്തിയത്രേ. അഹമിരുളല്ല ഇരുളാകിലന്ധരായി പ്രിയമപരന്റെ അതൻ പ്രിയം. സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്നു അപചയകർമ്മം അവനു വേണ്ടി മാത്രം. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായൊരാത്മരൂപം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം. ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിലാത്മ വിരോധിയോർത്തിടേണം. പരനുപരം പരിതാപം ഏകിടുന്നോർ എരിനരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവിയാവിയെ യാവരിച്ചിടുന്നു. അവനിവനെന്നതിലാൽ അവൻ നനയ്ക്കുന്ന അവശതയാം അവിവേകമൊന്നിനാലേ. ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ് അറിവതു താനത് നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമാത്രം. അടിമുടിയട്ടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലും ഇടയിലിരുന്നറിവറിവല്ലെന്നറിഞ്ഞിടേണം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലായെങ്കിൽ മായാ മനൂരു വിട്ടും ഇരിക്കിൽ മായ മാറും. ജഡമറിവീല അറിവീനു ചിന്തയില്ല ഓതിയിടുകയുമില്ല അറിവെന്നറിഞ്ഞ് സത്യം സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്നുഴലുന്നതിനില്ല നൂനം. അനുഭവമാതിയിലൊന്നിരിക്കിലല്ലാത് അനുമതിയില്ല ഇത് മൂന്നും അക്ഷയാലേ. അനുഭവിയാതതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിൽ അറിഞ്ഞിടേണം. അറിവതു ധർമ്മിയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. ധര മുതലായവ ഒന്നുമില്ല
താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം. അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതി താനേ അറിയും അവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയുമലാത സമം തിരിഞ്ഞിടുന്നു. അരനൊടിയാതിയരാളി ആർന്നിടും തേർ ഉരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം. അറിവിലനാദിയായി നടന്നിടും തൻ തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി. അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നഴും ആദി സൂര്യനത്രേം. അറിവിന് ശക്തി അനന്തമുണ്ട്, ഇതെല്ലാം അറുതിയിടാം സമ അന്യ എന്നിവണ്ണം. ഇരുപിരിവായി ഇതിൽ അന്യ സാമ്യമാർന്നുള്ള ഉരുവിലമർന്നു തെളിഞ്ഞു ഉണർന്നിടേണം. വിഷമതാർന്നഴും അന്യവെന്നു കൊള്ളുവാൻ വിഷമം അഖണ്ഡ വിവേക ശക്തി എന്നെ. വിഷമയവെന്നു അതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. പലവിധമായി അറിയുന്നതന്യ ഒന്നായി വിലസുവതാം സമ എന്നു മേലിലോതും നിലയെ അറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലറിഞ്ഞു കലർന്നിരുന്നിടേണം. അരുളിയ ശക്തികളെ തുടർന്ന് 2ാം പിരിവ് ഇവയിൽ സമതൻ വിശേഷം ഏകം. വിരതിവരാ വിഷമാ വിശേഷം 1 ഇത്തരമിവ 2 തരത്തിലായിടുന്നു. സമയിലും അന്യയിലും സദാപി വന്നിങ് അമരുവതുണ്ടതിൻ വിശേഷ ശക്തി. അമിത അതാകിലും ആകെ 2 ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും. ഇതുകുടം എന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമാ കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതെന്ന് ഇതുതാൻ കരുവെന്നും കണ്ടിടേണം. ഇതമറിവെന്നതിനാൽ ആദ്യമാം ഇതെന്നുള്ളത് സമ തൻ്റെ വിശേഷമാണ് ബോധം. മതിമുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീല്ല അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പലമതസാരവുമേകമെന്നുലകിലൊരാനയിലന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. ഒരു മതമന്യനു നിന്ദ്യം ഒന്നിലോതും കരു അവരന്റെ കണക്കിനു നൂനമാകും. ധരയിലിതിന്റെ രഹസ്യം ഒന്നു താനെന്ന് അറിവറവും ഭ്രമമെന്നറിഞ്ഞിടേണം. പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്നൊരു മതവും വെറുതാൽ ഒടുങ്ങുവീല. പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും ഇതുവാദികളാരും ഓർക്കുവീല. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻ്റെ രഹസ്യം ഇങ്ങറിഞ്ഞിടേണം. തനുവിലമർന്ന് ശരീരി തൻ്റെ സത്താൽ തനുവിലതെൻ്റെതെന്നു സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും. അഖിലരുമാത്മസുഖത്തിന് പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിലിമ്മതം ഏകമെന്നു ചിന്തിച്ച് അകമണയാതകതാരമർത്തിടേണം. നിലമൊടു നീര് അതുപോലെ കാറ്റ് തീയും വെളിയും അഹംകൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാം
ഉലകുയർന്നറിവായി മാറിടുന്നു. അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും, ഇതിനോടരിതന്ത വാമയായി വരും. ഇവ രണ്ടു ഉലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൾ അണയുമതിങ്കല ശേഷ ദൃശ്യജാലം. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും, സ്വനവുമടങ്ങും ഇടം സ്വയം പ്രകാശം. ഇതിലെഴുമാദിമശക്തി ഇങ്ങു കാണുന്ന ഇത് സകലം വെറും ആദി ബീജമാകും. മതിയിലാക്കി മറന്നിടാതെ മായാമതി അറിവാൻ മനനം തുടർന്നിടേണം. ഉണരും അവസ്ഥ ഉറക്കിലില്ല ഉറക്കം, ഉണരുണരുമ്പൊഴുതും സ്ഫുരിക്കുവില. അനുദിനമിങ്ങനെ രണ്ടും ആദിമായ വനിതയിൽ നിന്നു പുറന്നു മാറിടുന്നു. നെടിയ കിനാവിതു നിദ്ര പോലെ നിത്യം, കെടുമിതുപോലെ കിനാവും ഇപ്രകാരം. കെടുമതി കാണുകയില്ല കേവലത്തിൻ, പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. കടലിലെഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവതിനെങ്കിതു ഹന്തമൂല സംവിത്ത്, കടലിലജസ്രവമുള്ള കർമ്മമത്രേ. അലയറുമാഴിയിലുണ്ട് അനന്തമായ കലയിതു കല്യ അനാദി കാര്യമാകും. സലിലരസാദി ശരീരമേന്തി നാനാ ഉലഗുരുവായി ഉരുവായി നിന്നിടുന്നു. നവനവമിന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസമിതിങ്ങനെ ചിന്ത ചെയ്തിടാതെ, അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം, ഒരു ഭേദവുമില്ലതറിഞ്ഞിടേണം. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്ന് രണ്ടു മൂർത്താൽ ഒരു പൊരുളാം ഇതിലില്ല വാദമേതും. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയുമിതിൻ പരമാർത്ഥം ഓർത്തിടാതെ, പറകിലും അപ്പരതത്വമെന്ന പോൽ ഈ അറിവറിയുന്നവൻ അന്യമാകുവീല. വെളിവിഷയം വിലസുന്ന വേറായി അളവിടും ഇന്ദ്രിയമാർന്നു തന്റെ ധർമ്മം. ജളത അതിങ്ങു ദിഗംബരാദി നാമ വലിയൊടുയർന്നറിവായി മാറിടുന്നു. പരവശനായി പരതത്വം എന്റേത് എന്ന് ഓർക്കരുതരുതെന്ന് കതിപ്പതിനൊന്നിനാലേ, വരുമറിവേതു വരാ കതിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്തിടേണം. അറിവിലിരുന്നവരത്വമാർന്നിടാതെ ഈ അറിവിനെയിങ്ങറിയുന്ന എന്നിയെ താൻ, പരവശനായി അറിവീല പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരു പാർത്തിടുന്നു. പ്രതിവിഷയം പ്രതിബന്ധമേറി മേവുന്ന ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നിതിനെല്ല നീതിഹാനി. ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല, ഒരു മറവാൽ അറിവിൽ ഉണർന്നിതെല്ലാം. അറിവരില്ല അതിരറ്റ ആകയാൽ ഈ അരുമയാരറിയുന്നഹോ വിചിത്രം. ഇരമുതലായ വയെന്നും ഇപ്രകാരം വരുമിനിയും വരവറ്റു നിൽപ്പതേകം. അറിവതു നാമതു മറ്റുമെല്ലാവരും അതു താൻ വടിവാർന്നു നിന്നിടുന്നു. ഗണനയിൽ നിന്നു കവിഞ്ഞതൊന്നു സാധാരണ ഇവ രണ്ടും ഒഴിഞ്ഞൊരന്യരൂപം. നിലവിലുമില്ല ഇതു നിദ്രയിങ്കലും മലിന മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. അരവവടാകൃതി പോൽ അഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലേ, ഒരു കുറി ആര്യ ഇതിങ്ങ് അനാര്യയാകുന്നു, ഒരു കുറി എന്നുണരേണം ഊഹശാലി. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മാ പ്രതിമയെഴും കരണ പ്രവീണനാളും. രഥിരഥമേറി അഹന്ത രമ്യരൂപം
പ്രതിപുറമേ പെരുമാറിടുന്ന ജസ്രം. ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാന്ത കരണകളേബരം എന്നിതൊക്കെയായി വിരിയുമിതിന്നു വിരാമമെങ്ങു വേറാം അറിവവനെന്നറിവോളം ഓർത്തിടേണം. സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീല അവനീലാരും അനാദിലീലയത്രേ. അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ അവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ക്രിയയൊരു കൂറിത വിദ്യ കേവലം ചിന്മയി മറുകൂറിത വിദ്യ മായയാലേ നിയമമിതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞ ദ്വയപരഭാവന തുര്യമേകിടുന്നു. ഒരു പൊരുളെങ്കിൽ അനേകമുണ്ട്, അനേകം പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവിലതിഗോപനീയമാകും. പൊടിയൊരു ഭൂവിൽ അസംഖ്യം അപ്പൊടിക്കുൾപ്പെടുമൊരു ഭൂവിതനില്ല ഭിന്നഭാവം. ജഡമരുന്നത് പോലെ ചിത്തിലും ചിത്ത് ഉടലിലും ഇങ്ങിതിനാലിതോർക്കിലേകം. പ്രകൃതി ജലം തനുഫേനമാഴി ആത്മാ അഹമഹമെന്നലയുന്ന ദൂർമിജാലം. അകമലറാർന്നു അറിവൊക്കെ മുത്തു താൻ താന്നു വരുവതാം അമൃതായ അതിങ്ങു ന്യൂനം. മണലളവറ്റു ചൊരിഞ്ഞു വാവിയിന്മേൽ അണി അണിയായി അല വീശിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമെ ബഹുരൂപമാക്കിടുന്നു. പരമൊരു വിണ്ണ് പരന്ന ശക്തി കാറ്റാം അറിവനലൻ ജലം അക്ഷം ഇന്ദ്രിയാർത്ഥം. ധരണീതിങ്ങനെ 5 തത്വമായി നിന്ന് എരിയും ഇതിൻ്റെ രഹസ്യം ഏകമാകും. മരണവുമില്ല പുറപ്പുമില്ല വാഴും നരസുരലാദിയുമില്ല നാമരൂപം. മരിവിലമർന്ന മരീചി നീരുപോൽ ഒരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണം അതിലില്ല. ഇതിലിരിപ്പതെപ്രകാരം ഹനനവും ഇങ്ങനെ തന്നെ ആകയാലേ ജനനവുമില്ല ഇത് ചിത്പ്രഭാവമെല്ലാം. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടി സ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും. ഗതീവ 3നുമെങ്ങുമില്ലിതോർത്താൽ ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും. പ്രകൃതി പിരിഞ്ഞൊരു കൂറ് ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹപരമാം ഒരു കൂറ് ഇതന്തയാലേ വികസിതമാം ഇത് ഭോഗ്യ വിശ്വമാകും. അരണി കടഞ്ഞഴും അഗ്നി പോലെ ആരായിലവലിരുന്നതിരറ്റഴും വിവേകം. പരമചിദംബരമാർന്ന ഭാനുവായി നിന്ന് എരിയുമിതിന് ഇരയായി സർവം. ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരുമിതിങ്ങ് ഉടലിൻ സ്വഭാവം. മുടിയിലിരുന്നറിയുന്ന 3 ആത്മാവ് ഇടരറവൊ ഒന്നിതു നിർവികാരമാകും. അറിവതിനാലവനീ വികാരമുണ്ടെന്ന് അരുളുമിതോർക്കിൽ അസത്യമുള്ള തൂർവി. നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പീല എഴുമുലകങ്ങും അബിംബമാകയാലേ. നിഴലതുമല്ലിതു നേരുമല്ല വിദ്വാൻ എഴുതിയിടും ഭണി പോലെ കാണുമെല്ലാം. തനു മുതലായതു സർവം ഒന്നിലൊന്നില്ല അനൃതവുമായി അതിനാലെ അന്യഭാഗം. അനുദിനമസ്തമിയാതിരിക്കയാലേ പുനർതരൂപവുമായി പൊലിഞ്ഞിടുന്നു. തനിയെ ഇതൊക്കെയും ഉണ്ട് തമ്മിൽ ഓരോ ഇനം ഇതരങ്ങളിലില്ല. ഇപ്രകാരം തനു മുതലായത് സത്തുമല്ല ഓർത്താൽ അനൃതവുമല്ല
അതവാച്യമായിടുന്നു. സകലവുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. അഖമുഖമായി അറിയായെങ്കിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. അറിവിലിരുന്ന് അസതസ്തി എന്ന സംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ അറിവിലെ വിട്ടൊരു വസ്തു അന്യമില്ലെന്ന് അറിയണം. ഈ അറിവ് ഐക്യരൂപമേകും. അനൃതമൊരസ്ഥിതയെ മറയ്ക്കുകില്ലെന്ന് അനുഭവമുണ്ട് സദസ്തി എന്നിവണ്ണം. അനുപദം അസ്ഥിതയാൽ ഇതാവൃതം സത്ഖനമതിനാലെ കളേബരമാധികാര്യം. പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയമജം അവ്യയം അപ്രമേയം ഏകദ്വയം ഇതു താൻ സുഖമാർന്നു നിന്നിടുന്നു. വ്യയമണയാതെ വെളിക്കു വേല ചെയ്യും നിയമമിരിപ്പത് കൊണ്ട് നിത്യമാകും. പ്രിയമകമേ പിരിയാതുണ്ടിതിന്നി ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. ചലമുടലറ്റു തനിക്കു തൻ്റെ ആത്മാവിലുമധികം പ്രിയവസ്തുവില്ല അന്യം. വിലസിടും ആത്മഗത പ്രിയം വിടാതി നിലയിലിരിപ്പതു കൊണ്ടു നിത്യമാത്മാ. ഉലകവുമുള്ളതുമായി കലർന്നു നിൽക്കും നിലവലുതായൊരു നീതി കേടിതത്രേ. അറുതീടാൻ അരുതാതവാങ് മനോഗോചരം ഇതിലങ്ങു ചരിച്ചിടും പ്രമാണം. വിപുലതയാർന്ന വിനോദവിദ്യ മായാ വ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളിങ്ങു അവതീർണയായിടും തൻ അവയവമണ്ഡ കടാഹ കോടിയാകും. അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസുന്നിരുഭാഗവുമായി രണ്ടും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും. അണുവറിവിൽ മഹിമാവിൽ അംഗമില്ലാത്തത് അണയും അഖണ്ഡവും അന്നു പൂർണ്ണമാകും. അനുഭവിയാതറിവിൽ അഖണ്ഡമാം ചിത്ഖനമിതു മൗന ഖനാമൃതാബ്ദിയാകും. ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞീല അതിനു സുഖമെന്നനിശം കവിക്കയാലേ. മതി മുതലായവ മാറിയാലും ആത്മ സ്വത അഴിയാതറിവെന്നു ചൊല്ലിടേണം. അറിവ് അഹം എന്നത് രണ്ടും ഏകമാം ആവരണമൊഴിഞ്ഞവൻ അന്യനുണ്ട് വാദം. അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല. അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിദമൃതം എന്നു തെളിഞ്ഞു ധീരനായി. സദസതി പ്രതിപത്തി അറ്റു സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. മൃദുവായി മൃദുവായി അമർന്നിടേണം. ഓം ശാന്തി ശാന്തി ശാന്തി.